അപ്പോൾ ഹലോ എവ്രി വൺ, വെൽക്കം ടു ദ JE ചാനൽ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് റിയാലിറ്റി ഫേസ് ചെയ്യാം. നിങ്ങളിപ്പോൾ ഇത് കാണുന്നത് ഒരു +1 ഫോക്കസ് ചെയ്യ എക്സാം കഴിഞ്ഞൊരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ JEന്റെ പ്രിപ്പറേഷൻ സീരിയസ് ആയിട്ട് ഇത്രയായിട്ട് എടുത്തിട്ടില്ല, ഇനിയാണ് ആലോചിച്ച് തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾ റിയാലിറ്റി ഫേസ് ചെയ്യണം. ഓക്കെ, ഞാൻ പറയുന്നത് JE പറ്റൂല, JE ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒന്നുമല്ല. നിങ്ങൾ ഇനി ഒരു +1 പുതിയ കയറിയ കുട്ടീനെ പോലെ ഫുൾ പഠിക്കാൻ നിൽക്കാം. ഫുൾ സിലബസ്, ഫുൾ ബുക്സ്, ഫുൾ സീരീസ്, ആ മോക്ക് ടെസ്റ്റ്, ഈ മോക്ക് ടെസ്റ്റ്, ആ ബുക്കുകൾ മൊത്തം തീർക്കാൻ നിന്നാൽ ഒരു വകയിലും പറ്റില്ല. നമുക്ക് ലെസ് ദാൻ 110 ഡേയ്സ് ഉള്ളൂ. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം 108 ഡേയ്സ് ഉള്ളൂ. ഫെബ്രുവരി തുടങ്ങാൻ ഏകദേശം 3 മാസം. ഈ 3 മാസം കൊണ്ട് നമുക്ക് എങ്ങനെയാണ് +1 +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് തീർക്കാം. പ്ലസ് ആ +1 +2 നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ JEക്ക് വരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നീറ്റ് പോലെയല്ല, നിങ്ങളുടെ ഔട്ട് ഓഫ് സിലബസ് വരും. ഔട്ട് ഓഫ് സിലബസ് എന്ന് പറഞ്ഞാൽ NCERT അല്ലാണ്ട് അതിനേക്കാളും ടഫർ ക്വസ്റ്റ്യൻസ് കുറെ വരും. പക്ഷെ നിങ്ങൾ എന്ത് സ്ട്രാറ്റജി ഫോളോ ചെയ്യണം? ബേസിക്കലി ഞാൻ പറയണം, നിങ്ങളിപ്പോൾ ഫോക്കസ് ഏരിയ എക്സാം എഴുതുമ്പോഴും ഞങ്ങൾ എപ്പോഴും പറയുന്നു, ഫോക്കസ് ഏരിയയിൽ കോൺസെൻട്രേറ്റ്, ആ ടോപ്പിക്സ് അടിപൊളിയായിട്ട് പഠിക്കുക. നിങ്ങൾ ബാക്കി പഠിക്കാൻ നിന്നാൽ ഫോക്കസ് ഏരിയയും കിട്ടില്ല, ബാക്കിയുള്ളതും കിട്ടില്ല, മാർക്ക് മൊത്തം പോകും. അതുപോലെ നമ്മൾ വെയിറ്റേജ് അനുസരിച്ച് JEക്ക് നമ്മൾ ബുദ്ധിപൂർവ്വം ചെയ്യാം. ഓക്കെ, ബുദ്ധിപൂർവ്വം ചെയ്യാം. നിങ്ങൾ ഫോക്കസ് ചെയ്ത് +1, ഞാൻ മാത്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളൊരു 60 പോർഷൻസ് കവർ ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ 70. നിങ്ങളിപ്പോൾ കോർഡിനേറ്റ് ജോമെട്രി കുറച്ചൊക്കെ ചെയ്തു, നമ്മൾ 3Dയിൽ ഇൻട്രോ ചെയ്തു, പക്ഷെ കുറെ മിസ് ചെയ്ത ടോപ്പിക്സ് ഉണ്ട്. സീക്വൻസ് ആൻഡ് സീരീസിൽ AP മൊത്തം മിസ് ചെയ്തു. ഹാർമോണിക് പ്രൊവിഷൻ തൊട്ടിട്ടില്ല, അല്ല ഹാർമോണിക് മീൻ തൊട്ടിട്ടില്ല. നമ്മുടെ കോംപ്ലക്സ് നമ്പറിൽ പോളാർ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞ ഭാഗം കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനത്തെ കുറെ ഭാഗങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ പഠിക്കണം. അതൊക്കെ നമുക്ക് അത് കവർ ചെയ്യേണ്ട ടോപ്പിക്സ് ആണ്, കുറച്ച് വലിയ ടോപ്പിക്സ് ആണ്. അതുപോലെ ചില കാര്യങ്ങളുണ്ട് NCERTയിലെ നമുക്ക് അതേപോലെ തന്നെ നമുക്ക് JEയിൽ വരുന്നുണ്ട്. ഇപ്പം +2 വരുമ്പോൾ ഡിറ്റർമിനൻസ് മെട്രിസസ് അടിപൊളിയായിട്ട് നമ്മൾ +2 തന്നെ എന്താ കുറേയൊക്കെ 90% നമ്മൾ JEന്റെ കവർ ചെയ്തു. ഇനി നിങ്ങൾ ചിലപ്പോൾ കേൾക്കാതെ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താ +1 +2 പഠിക്കുന്നത് തന്നെ JEക്ക് മതി. അങ്ങനത്തെ കുറെ ചാപ്റ്റേഴ്സ് ഉണ്ട്. വെക്ടറും 3D ഒക്കെ എന്താ നമ്മൾ JEക്ക് പഠിക്കുന്നത് NCERT തന്നെ മതി. ഇനി ഇത് മാത്രം മതിയോ? ഇല്ല, നമുക്ക് എപ്പോഴും CBSE അല്ലെ സ്റ്റേറ്റിന് വരുന്ന എക്സാംസിന് സബ്ജക്റ്റീവ് ആൻസേഴ്സ് ആണ്. അതെന്താണ്? നിങ്ങൾ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്ത് തിയറി വെച്ചിട്ട് പ്രൂവ് ചെയ്യുക ചെയ്യുന്നത്. അതല്ല ഇവിടെ വേണ്ടത്. നിങ്ങൾക്ക് എന്താണ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് 4 ഓപ്ഷൻ ഉണ്ടാവും, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും അല്ലെ. അപ്പം നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്, പിന്നെ ഇന്റീജർ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ NCERT എങ്കിലും കവർ ചെയ്യണം. നമ്മുടെ ബേബി സ്റ്റെപ്സ്. ഓക്കെ, നമ്മൾ NCERT കവർ ചെയ്യുക, എന്നിട്ട് ഈ JEന്റെ ലെവലിലെ ക്വസ്റ്റ്യൻസ് പറ്റുള്ളൂ. അപ്പൊ NCERT കവർ ചെയ്യണം. നിങ്ങൾ ചാടിക്കയറി JEന്റെ ചെയ്യാൻ തുടങ്ങിയാൽ എന്താ പറ്റൂല. നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളോട് പറയാണ് ഒരു ഫോർമൽ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ആൽഫബറ്റ്സ് അറിയെങ്കിൽ പറ്റുമോ? ഇല്ല. അപ്പൊ നിങ്ങൾ NCERT വെച്ച് തുടങ്ങാം. ഞാൻ മാത്സിന്റെ കേസാണ് പറയുന്നത് കേട്ടോ. ഫിസിക്സിലാണെങ്കിലും കെമിസ്ട്രിയിലാണെങ്കിലും ഇതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ആണ്. NCERT വെച്ച് തുടങ്ങാം. എന്നിട്ട് എന്താ, നിങ്ങൾക്ക് ചിലവർക്ക് എന്താ മാത്സിലൊക്കെ എന്നോട് പറയുക, സർ RD ശർമ്മ മതിയോ? RD ശർമ്മ അടിപൊളിയാണ്, വലിയ ആളാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്, വലിയ ബുക്കൊക്കെയാണ്, കട്ടി ബുക്കാണ്, അത് മതിയോ? അപ്പൊ ഐഡിയലി ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് എന്താ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ RD ശർമ്മ ഹെൽപ്സ് യു. നമ്മുടെ NCERTനെക്കാളും കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യും, കുറച്ചുകൂടി നല്ല എക്സ്പ്ലനേഷൻ ഉണ്ട്, കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ അത് മതിയോ? JE എവിടെയാണ്? JEക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? NCERT കഴിഞ്ഞാൽ നിങ്ങൾ RD ശർമ്മയിൽ പോയിട്ട് കുറെ ടൈം വേസ്റ്റ് ചെയ്ത് നിങ്ങൾ പറ്റുന്നത്രയും സിലബസ് കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങളുടെ +2 ഇനി 6 മാസം കൊണ്ട് എല്ലാ സ്കൂളുകളും എല്ലാവരും പെട്ടെന്ന് തീർക്കാൻ നോക്കും അല്ലെ. +1 എക്സാം കഴിഞ്ഞിട്ടുള്ളൂ, 6 മാസം കൊണ്ട് തീർക്കാന്ന് പറയാൻ തന്നെ ടൈറ്റാണ്. പക്ഷെ നിങ്ങളിപ്പോ സ്കൂളിൽ ഇപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ 2 ആഴ്ച എടുക്കുന്ന വെച്ചാൽ, അല്ലെങ്കിൽ 1 ആഴ്ച എടുക്കുന്ന വെച്ചാൽ, നിങ്ങൾ അത് വിചാരിച്ചിട്ട് എന്നാ സ്കൂളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് സ്കൂളിൽ കഴിഞ്ഞിട്ട് ഞാൻ NCERT ചെയ്യാം, NCERT ചെയ്ത ആൻസർ പറഞ്ഞാല് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാം, എന്നിട്ട് സെൻഗേജ് ഒക്കെ നോക്കിയിട്ട് ഞാൻ ചെയ്യാം. അങ്ങനെ നിൽക്കരുത്. നമ്മൾ സ്കൂളിനെക്കാട്ടും സ്പീഡിലായിരിക്കണം. ഓക്കെ, നമ്മൾ സ്കൂളിൽ വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. സ്കൂളിൽ എന്താ അയ്യോ സർ 5th ചാപ്റ്റർ ചെയ്തു, ഇല്ല. നമ്മുടെ എക്സാം ഫെബ്രുവരിയില്ല. അവിടെ എന്താണ്, നമ്മൾ മൊത്തം പഠിച്ചാൽ മാത്രം പോരാ, റിവൈസ് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. അപ്പൊ ആദ്യം ചെയ്യേണ്ട NCERT നമ്മൾ വെൽ അഹെഡ് ഓഫ് ടൈം തീർക്കുക. നിങ്ങളുടെ +1 നിങ്ങൾ ഇന്നത് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ JEനെ പറ്റിയ സീരീസ് ആണെങ്കിൽ +1 മാത്സിൽ നിങ്ങൾ പഠിക്കാത്ത ടോപ്പിക്സ് ഒക്കെ പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ അത് ചെയ്യാം. ഇപ്പൊ AP ചെയ്യാം, നിങ്ങൾ പോളാർ റെപ്രസെന്റേഷൻ ചെയ്യാം, നിങ്ങൾ JEയിൽ എത്ര വെയിറ്റേജ് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ പഠിക്കാത്ത ടോപ്പിക്സ് ഒക്കെ പഠിക്കുക. പഠിച്ച ടോപ്പിക്സ് നല്ല ഫ്രഷ് ആയിരിക്കും. എന്നിട്ട് എന്താ അതിൽ JEയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. അപ്പൊ എന്താ +1 ഏകദേശം കംപ്ലീറ്റ് ആയി. നിങ്ങൾക്ക് ഒരു മാസം ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇനി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ +2 സ്റ്റാർട്ട് ചെയ്യാൻ 2 ആഴ്ചയൊക്കെ ഉണ്ട്. അപ്പൊ ഇരുന്ന് വർക്ക് ചെയ്യാം. പിന്നെന്താണ് ചെയ്യേണ്ടത്? +2 തുടങ്ങുമ്പോൾ സ്കൂളിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് എന്താ എക്സാമിനറിന് ഉയരെ സ്റ്റുഡന്റ് ആണ്, ഓൾറെഡി ഫുൾ സിലബസ് ആപ്പിൽ കിട്ടും. അപ്പൊ നിങ്ങൾ എന്താ, നിങ്ങൾ സിലബസ് NCERT നമ്മുടെ സ്കൂൾ എക്സാമിനായിട്ടുള്ള ഫുൾ പഠിക്കുക. അപ്പൊ തന്നെ ബേസിക്സ് റെഡിയായി.
ഇനി എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ കുറച്ചുകൂടി റെഫർ ചെയ്യുക. നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ പ്രീവിയസ് ഇയർ ബുക്സ് നോക്കുക. അരിഹന്തിന്റെ 40 years ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൻഗേജിന്റെ ഒരു വലിയ ബുക്ക് ഉണ്ട് JEE മെയിൻസിന് വേണ്ടിയിട്ട് ഫുൾ കവർ ചെയ്യുന്നത്. അത് JEE മെയിൻസിന്റെ ബേസിക്സ് ഒക്കെയാണ് കവർ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ ഈ സെൻഗേജിന്റെ ഘൻശ്യാം തിവാനിയുടെ ഫുൾ സീരീസ് വാങ്ങിക്കാം. അതിൽ കുറേ ടോപ്പിക്സ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് വേഗം കവർ ചെയ്ത് പോവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണം അരിഹന്തിന്റെ SK ഗോയലും അമിതാഭ് അഗർവാളിലുള്ള ഈ സീരീസ് നോക്കാം. ഇത് ഏതെങ്കിലും ഒരു സീരീസ് മതി, രണ്ടും വാങ്ങിച്ചിട്ട് ഒന്നും ചെയ്യാതെ ഇരിക്കരുത്. ഓക്കെ, അപ്പൊ NCERT കഴിഞ്ഞിട്ട് പ്രീവിയസ് ഇയറും നിങ്ങൾക്ക് എന്താ ഹെൽപ്പ് വേണമെങ്കിൽ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു സീരീസ് നോക്കാം. ഇത് മാത്സിന്റെ കേസിൽ. അപ്പൊ തന്നെ നിങ്ങൾ മാത്സിന്റെ കുറേ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. നിങ്ങൾ ഒരു ബെറ്റ് ഒക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യാം പ്രോപ്പറായിട്ട്. ഞാൻ ട്രിഗണോമെട്രിയും ഇൻവേഴ്സ് ട്രിഗണോമെട്രിയും ഞാൻ 2 ആഴ്ച കൊണ്ട് തീർക്കും, അല്ല 1 ആഴ്ച കൊണ്ട് തീർക്കും. കുറെ സമയമൊന്നുമില്ല. പിന്നെ മേട്രിസസ് ഡിറ്റർമിനൻസ് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ഞാൻ ഈ അടുത്ത ആഴ്ച തീർക്കാന്ന് പറഞ്ഞാൽ പഠിക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക, അത് അനലൈസ് ചെയ്യുക, പിന്നെന്താ അതിന്റെ മോക്ക് ടെസ്റ്റ് എടുക്കുക. ഓക്കെ, മോക്ക് ടെസ്റ്റ് എടുത്തിട്ട് ഞാൻ എത്ര കറക്റ്റ് ചെയ്തു, എത്ര തെറ്റ് ചെയ്തു, നിങ്ങൾ എത്ര സ്ട്രോങ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ 3 മാസങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഇത് മാത്സിന്റെ കേസിൽ മാത്രമല്ല, ഫിസിക്സും ചെയ്യണം, കെമിസ്ട്രിയും ചെയ്യണം. അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഏത് ബുക്ക് ഉപയോഗിക്കണം, എന്ത് ചെയ്യണം എന്നൊക്കെ അലക്സ് സാർ പറഞ്ഞുതരും, കേരൻ സാറും പപ്പൻ സാറും ഒക്കെ പറഞ്ഞുതരും. അതിനും പ്രോപ്പറായിട്ട് ടെക്നിക്ക് ഉപയോഗിക്കണം. നിങ്ങൾ കുറെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ടോ, NCERT is the king of books for chemistry. ശരിയാണ്, NCERT അടിപൊളിയാണ്. വേറെ കുറേ ഒന്നും റെഫർ ചെയ്യണ്ട. നിങ്ങൾക്ക് NCERT റെഫർ ചെയ്ത് തന്നെ ഒരു 70, 80, 90% കെമിസ്ട്രിയിൽ മേടിക്കാം. ഓക്കെ, കെമിസ്ട്രി സെക്ഷന്. ഫിസിക്സോ അങ്ങനെയല്ല കേസ്. ഫിസിക്സിൽ കുറച്ചുകൂടി കോൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലാക്കി കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ മാത്സിന്റെ കേസ് ഞാൻ പറഞ്ഞു, നമുക്ക് 3 മാസമുള്ളൂ. ഇനി പ്രോപ്പർ ആയിട്ട് നിങ്ങൾ +1 പുതിയ സ്റ്റുഡന്റ് ആണെങ്കിൽ, +1 കയറിയിട്ടുള്ളൂ, നിങ്ങൾക്ക് ഇനി ഏകദേശം 1.5-2 വർഷം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ സ്കൂളിന്റെ അഹെഡ് ഓഫ് ടൈം നിങ്ങൾ അഗ്നി ബാച്ചിലെ സ്റ്റുഡന്റ് ആണ്, ഓൾറെഡി പോർഷൻസ് ഒക്കെ നേരത്തെ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, എന്നോട് ചോദിക്കുക, ഞാൻ പറഞ്ഞത് എങ്ങനെ നേരത്തെ തീർക്കാം, നേരത്തെ പഠിച്ചു തുടങ്ങുക, നേരത്തെ തീർക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻസ് കുറെ ചെയ്യുക. നമ്മൾ ഈ ചാനലിൽ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യും, ചാപ്റ്റർ വൈസ് +1, +2 ഓരോ ടോപ്പിക്സ് ആയിട്ട് ചെയ്യും. അപ്പൊ അതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ബുക്കിൽ നോക്കുക, അത് വർക്ക്ഔട്ട് ചെയ്യുക. പിന്നെ പഠിച്ച കാര്യം അടുത്ത ദിവസം റിവൈസ് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടന്റ് കാര്യം. നിങ്ങളിപ്പം ഞാൻ നാളെ നിങ്ങൾ ട്രിഗ്നോമെട്രിയിൽ ഒരു ASTS റൂൾ പഠിപ്പിച്ചു, ASTC റൂൾ പഠിപ്പിച്ചു, അതിന്റെ ഓരോ ഡൊമൈനും റേഞ്ചും പഠിപ്പിച്ചു. ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. നിങ്ങൾ കേൾക്കുമ്പോൾ അടിപൊളി, എല്ലാം മനസ്സിലായി, കൊള്ളാൻ സൈൻ ഇങ്ങനെയാണ്, ക്രോസ് ഇങ്ങനെയാണെന്നൊക്കെ മനസ്സിലായി. നാളെ നിങ്ങൾ നോക്കുമ്പോൾ എന്താ ഉണ്ടാവുക, നിങ്ങളത് മറന്നിട്ടുണ്ടാവും. അപ്പൊ മറ്റന്നാൾ റിവൈസ് ചെയ്യുന്നതിന് പകരം അടുത്ത ദിവസം റിവൈസ് ചെയ്യാം, അടുത്ത ദിവസം റിവൈസ് ചെയ്യാം, പിന്നെ ഒന്നുകൂടെ അടുത്ത ദിവസം വായിച്ചു. അപ്പൊ നിങ്ങളുടെ തലയിൽ ഫിക്സ്ഡ് ആയി. ഓക്കെ, നമ്മളെന്താണ് ഒരു ഹ്യൂമൻ ബ്രെയിൻ മറക്കും. അപ്പൊ ആ ഇക്വേഷൻസ് ഫോർമുലസ് ഒക്കെ ബൈ ഹാർട്ട് ചെയ്യുക. നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ തന്നെ നമുക്ക് ഈ 3 മാസം തകർക്കാം. ഓക്കെ, അപ്പൊ 2-2.5 മാസം കൊണ്ട് നമ്മൾ മാക്സിമം പോർഷൻസ് പറ്റുന്നത്ര അടിപൊളിയായിട്ട് കവർ ചെയ്യുന്നു. അതിലെ പ്രീവിയസ് ഇയർ ചെയ്യുന്നു. അല്ലാണ്ട് എല്ലാം സിലബസ് ഞാൻ NCERT വെറുതെ പഠിച്ചു വെച്ചിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ലെവലാകരുത്. അങ്ങനെയാണ് നിങ്ങൾ കുറെ ആൾക്കാർ അബദ്ധം പറ്റുക. ഞാൻ ഫുൾ സിലബസ് കവർ ചെയ്യാൻ സാറേ, എന്നിട്ട് JEE എക്സാം ഒന്നും പ്രാക്ടീസ് ചെയ്യാൻ പോരാ. നിങ്ങൾ പറ്റുന്ന അത്രയും ടോപ്പിക്സ് സ്ട്രോങ് ആക്കുക, NCERT ലെവൽ. എന്നിട്ട് പ്രീവിയസ് ഇയർ ചെയ്യുക. എന്നിട്ട് ഞാൻ പറഞ്ഞ ബുക്സിന്റെ ഹെൽപ്പോടെ നിങ്ങൾ ആ ടോപ്പിക്സ്, ഇപ്പൊ ട്രിഗ്നോമെട്രി അല്ലെങ്കിൽ കാൽക്കുലസ് ആണ് നിങ്ങൾ സ്ട്രോങ് ചെയ്യുക, അത് ചെയ്യുക, അതിലെ മാർക്ക് മേടിക്കാൻ നോക്കാം. ഓക്കെ, അങ്ങനെയാണ് ഇനി 3 months നോക്കണ്ടേ. നിങ്ങൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. നിങ്ങൾക്കറിയാം മാക്സിമം ക്വസ്റ്റ്യൻസ് മാത്സിൽ പ്രാക്ടീസ് ചെയ്യുക. ഫിസിക്സിന്റെയും കെമിസ്ട്രിന്റെയും കാര്യം അലക്സും കിരൺ സാറും പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് പോരാതെ ഇങ്ങനെ ഓരോ ടിപ്സും സ്ട്രാറ്റജീസും പറഞ്ഞു തരാതെ നിങ്ങൾക്ക് വേറെ കണ്ടന്റും എല്ലാം വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എല്ലാം ഫ്രീ ആയിരിക്കും. നമുക്ക് മാക്സിമം കണ്ടന്റും മാക്സിമം സപ്പോർട്ടും ഞങ്ങൾ തരും നിങ്ങളുടെ JEE 2022-നും 2023-നും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ കൂട്ടി വരിക. നമ്മളെന്താ JEE ചാനൽ ഒഫീഷ്യലി നമ്മൾ തകർക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ഒന്നും പേടിക്കണ്ട. അലക്സ് സാറും കിരൺ സാറും പിന്നെ അർച്ചന മിസ്സും ഒക്കെ ഇടയ്ക്ക് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നീ ചാനൽ പോലെ JEE ചാനൽ തകർത്ത് കയറട്ടെ. ഓക്കെ.